77ാം റിപ്പബ്ലിക് ദിനാഘോഷം നിറവിൽ രാജ്യം ആഘോഷിക്കുകയാണിപ്പോൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ നേരത്തെ പുഷ്പചക്രം അർപ്പിച്ചിരുന്നു. രാഷ്ട്രപതി കർത്തവ്യപഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. 10 മണി 28 മിനിറ്റും 58 സെക്കൻഡും ആകുമ്പോഴേക്കും രാഷ്ട്രപതി കർത്തവ്യപഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഏകദേശം 90 മിനിറ്റോളം നീളുന്ന പരേഡിന് കർത്തവ്യപഥത്തിൽ അവിടെ തുടക്കമാകുന്നു. ഇക്കുറി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വരുന്ന റിപ്പബ്ലിക് ദിനമാണ്. അതിനുശേഷം വരുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ്. സിന്ദൂർ ഫോർമേഷൻ എന്ന് പറയുന്ന അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്നു യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും. അവരാണ് ഈ ചടങ്ങിലെ മുഖ്യാതിഥികൾ. ഇക്കുറി അവരെയും ഏറെ ബഹുമാനത്തോടെ, രാജ്യത്തിൻ്റെ അതിഥികളാണ്, ഏറെ ബഹുമാനത്തോടെ സ്നേഹാദരപൂർവ്വമാണ് രാഷ്ട്രപതിക്കൊപ്പം ആ കർത്തവ്യപഥത്തിലേക്ക് എത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ സ്വീകരിച്ച് അങ്ങോട്ടേക്ക് ഇരുത്തുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നു, എല്ലാവരെയും കൈകൂപ്പി അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം അല്പസമയത്തിന്, ഇനിയിപ്പോൾ ഒരൊറ്റ മിനിറ്റ് മാത്രമാണ് വർണ്ണാഭമായ ആ പരേഡ് തുടങ്ങാൻ ബാക്കിയുള്ളത്. ഇതുവരെയുള്ള പ്രത്യേകത, ഒരു യുദ്ധസമയത്ത് ഏത് രീതിയിലാണ് ഒരു ഫോർമേഷൻ ഉണ്ടാവുക, ഒരു ബാറ്റില്ലറെ എന്ന് പറയുന്ന രീതിയിൽ ഫോർമേഷൻ ഉണ്ടാവുക, ആ ഫോർമേഷൻ ഇക്കുറി അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അത് നേർക്കുനേർ കാണുമ്പോൾ മാത്രമേ എത്രമാത്രം ആവേശകരമായിരിക്കും ആ ഫോർമേഷൻ എന്ന കാര്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ അവിടെ നടക്കാൻ പോകുന്നു. കേരളത്തിൻ്റെ ഒരു നിശ്ചല ദൃശ്യം അവിടെ ഉണ്ടാകാൻ പോകുന്നു. വാട്ടർ മെട്രോ അടക്കം ആത്മനിർഭർ ഭാരതിൻ്റെ തുടർച്ചയിൽ ആത്മനിർഭർ കേരളം എന്നുള്ള പ്രമേയത്തിൽ ഒരു ഫ്ലോട്ട്, ഒരു നിശ്ചല ദൃശ്യം അവിടെ ഉണ്ടാകാൻ പോകുന്നു. വരും മിനിറ്റുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന സൈന്യത്തിൻ്റെ അങ്ങേയറ്റം അങ്ങേയറ്റം സൈനിക ശക്തിയുടെ വിളംബരങ്ങൾ റഫാലും സുഖോയി അടക്കം അണിനിരക്കാൻ പോകുന്നു, തേജസ് അണിനിരക്കാൻ പോകുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ സൈനിക അഭിമാനങ്ങൾ അണിനിരക്കുന്ന, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വൈവിധ്യം, രാജ്യത്തിൻ്റെ കൾച്ചർ അണിനിരക്കുന്ന. നേരത്തെ ഇവിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതൊരു തിയോക്രാറ്റിക് രാജ്യമല്ല, ഇതൊരു മതരാജ്യമല്ല, ഇത് വലിയ ജനാധിപത്യമുള്ള, വലിയ കൾച്ചർ ഇഴുകിച്ചേർന്ന രാജ്യമാണ്. അങ്ങനെ ആ വൈവിധ്യങ്ങൾ, ആ സംസ്കാരങ്ങളൊക്കെ അണിനിരക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഉറപ്പായും അനുഭവങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ആ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ അനുഭവങ്ങൾ നമ്മൾ നേർക്കുനേർ കാണാൻ പോകുന്നു. അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപദി മുർമു ആ വേദിയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബൽറാം നെടുങ്ങാട് തുടരുന്നു. ബൽറാം, 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 14 സെക്കൻഡും ആകുന്നു. അല്പസമയത്തിനകം തന്നെ തുടങ്ങാൻ പോകുന്നു കർത്തവ്യബുദ്ധിനെ കോരിത്തെരിപ്പിക്കുന്ന, രാജ്യത്തെ കോടിക്കോടി മനസ്സുകളെ കോരിത്തെരിപ്പിക്കുന്ന ആ പരേഡ്. ബൽറാം. ഹാഷ്മി, രാജ്യം കാത്തിരിക്കുന്ന 77ാമത് റിപ്പബ്ലിക് ദിന പരേഡ് അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ ഇനി ആരംഭിക്കാൻ നിമിഷങ്ങളുടെ അകലം മാത്രമാണ് ഉള്ളത്. ഈ പ്രധാന വേദിയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇത്തവണത്തെ പ്രത്യേക അതിഥികളായ യൂറോപ്യൻ യൂണിയൻ നേതാക്കളും എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉപരാഷ്ട്രപതിയും പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ഈ വേദിയിൽ ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രാഷ്ട്രപതി പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പരേഡിൽ അണിനിരക്കുന്ന ഭാരതം 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിലാണ്. അല്പസമയം മുൻപാണ് രാഷ്ട്രപതി കർത്തവ്യപഥത്തിലേക്ക് എത്തിയത്. വിപുലമായ ആഘോഷത്തിന് ഒരുങ്ങുകയാണ് രാജ്യം. ഒപ്പം കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും മുഖ്യാതിഥികളായി എത്തുന്ന റിപ്പബ്ലിക് ദിന ആഘോഷമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. 10,000-ഓളം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഉൾപ്പെടുത്തിയാണ് ഈ ആഘോഷ പരിപാടികൾ എന്നുള്ളതാണ്. കർത്തവ്യ പഥത്തിൽ നടക്കുന്ന പരേഡാണ് മുഖ്യ ആകർഷണം. പ്രതിരോധ രംഗത്ത് കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതാകും
കർത്തവ്യപഥത്തിൽ നടക്കുന്ന 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ മുഖ്യപ്രമേയമായാണ് ആഘോഷ പരിപാടികൾ നടക്കുക. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്നെയും മുഖ്യ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവരെ ദൃശ്യങ്ങളിൽ കാണാം. ഞാൻ ശ്രദ്ധിച്ചത് ഹാഷ്മി ഉർസുല വോൺ ഡർ ലെയ്ന്റെ കോസ്റ്റ്യൂമാണ്. ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്ന അല്ലേ, അതെന്താണെന്നുള്ളതിനെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ അല്പസമയത്തിനുള്ളിൽ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് പരേഡിന് ആരംഭമായത്. ഇനി വിവിധ സേനാ വിഭാഗങ്ങളുടേത് ഉൾപ്പെടെയുള്ള പരേഡ് ഉണ്ടാകും. വർണ്ണശബളമായ ആഘോഷങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.